നാമനിർദ്ദേശ പത്രികയിൽ ഡിഗ്രി യോഗ്യതയില്ലെന്ന് തിരുത്തി പറഞ്ഞ സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസം അമേഠിയിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലാണ് ഡിഗ്രി പൂർത്തിയാക്കിയിട്ടില്ലെന്ന് സ്മൃതി ഇറാനി വ്യക്തമാക്കിയത്. അതേസമയം 2014 നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ ഡിഗ്രി പൂർത്തിയാക്കിയെന്നായിരുന്നു സ്മൃതി ഇറാനിയുടെ വാദം. ഏറെ വിവാദങ്ങളായിരുന്നു BJP കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ ചൊല്ലി ഉണ്ടായത്. 2004 ചാന്ദിനി ചൌക്കിൽ നിന്ന് മത്സരിച്ചപ്പോൾ 1996 ദില്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA-യിൽ ബിരുദം നേടിയിരുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ 2014 അമേഠിയിൽ മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ 1994 ദില്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BCom-ൽ ബിരുദം നേടിയിരുന്നുവെന്നും സ്മൃതി വ്യക്തമാക്കി. 1994 ദില്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചലർ ഓഫ് കൊമേഴ്സിൽ കറസ്പോണ്ടൻസ് ഡിഗ്രി നേടിയെന്നായിരുന്നു അന്നു നൽകിയ സത്യവാങ്മൂലം. എന്നാൽ 2015 സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദ്യം ചെയ്ത് ദില്ലി കോടതിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ നൽകിയ കേസാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഒടുവിൽ സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യത തെറ്റാണെന്നും +2 വരെ മാത്രമാണ് യോഗ്യതയുള്ളൂവെന്നും തെളിയുകയും ചെയ്തു. ഇതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ച BJP മന്ത്രിക്കെതിരെ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. സ്മൃതി ഇറാനി രാജിവെക്കണമെന്നുള്ള ആവശ്യം വരെ ശക്തമായി. എന്നാൽ ചെറിയൊരു പിശക് പറ്റിയത് മാത്രമാണെന്ന് പറഞ്ഞ് BJP വിവാദങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രികയിൽ ഡിഗ്രി പൂർത്തിയാക്കിയിട്ടില്ലെന്ന് സ്മൃതി വ്യക്തമാക്കുന്നുമുണ്ട്. അമേഠിയിൽ മത്സരിക്കാൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പഠനത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. അതനുസരിച്ച് 1993 ദില്ലിയിലെ ഹോളി ചൈൽഡ് സ്കൂളിൽ പഠിച്ച സ്മൃതി ഇറാനി CBSE-യുടെ 12ാം ക്ലാസ് പരീക്ഷ പാസ്സായിട്ടുണ്ട്. തുടർന്ന് 1994 ദില്ലി യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന സംവിധാനത്തിലൂടെ ബിരുദത്തിൽ ചേർന്നെങ്കിലും പൂർത്തിയാക്കാനായിട്ടില്ലെന്ന് സ്മൃതി ഇറാനി വ്യക്തമാക്കിയിരിക്കുന്നു. BCom-നാണ് ചേർന്നതെന്നും ആദ്യ വർഷ പരീക്ഷ എഴുതിയെന്നും ഇറാനി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ 3 വർഷത്തെ കോഴ്സ് തനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിൽ സ്മൃതി വ്യക്തമാക്കുന്നു. പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വകാര്യ സ്വത്ത് വിവരങ്ങളും ഇറാനി വെളിപ്പെടുത്തിയിട്ടുണ്ട്. കയ്യിൽ പണമായിട്ടുള്ളത് 6.24 ലക്ഷം രൂപയാണ്. വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി 89 ലക്ഷം രൂപ നിക്ഷേപവുമുണ്ട്. ഇതുകൂടാതെ 18 ലക്ഷം രൂപ ദേശീയ സമ്പാദ്യ പദ്ധതിയിലും പോസ്റ്റൽ നിക്ഷേപത്തിലുമായിട്ടുണ്ട്. ഇതുകൂടാതെ 1.05 ലക്ഷം രൂപയുടെ മറ്റൊരു നിക്ഷേപവും സ്മൃതി ഇറാനിക്കുണ്ട്. 13.14 ലക്ഷം രൂപ വിലമതിക്കുന്ന വാഹനവും 21 ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും സ്മൃതി ഇറാനിയുടെ സ്വന്തം പേരിലുണ്ട്. ആകെ 4.71 കോടി രൂപ ആസ്തിയുണ്ടെന്നാണ് പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ സ്മൃതി ഇറാനി പറയുന്നത്. ഇക്കുറി രാഹുലിനോട് മത്സരിച്ച് അമേഠി നേടാൻ ഒരുങ്ങുമ്പോൾ കഴിഞ്ഞ കുറി ദില്ലി കോടതിയിലെ കേസും വിദ്യാഭ്യാസ യോഗ്യതയെ ചൊല്ലിയുള്ള വിവാദങ്ങളുമാണ് കേന്ദ്രമന്ത്രിയെ കൊണ്ട് വിദ്യാഭ്യാസ യോഗ്യത തിരുത്തി പറയിപ്പിച്ചതെന്ന് പകൽ പോലെ വ്യക്തം. വെബ് ഡെസ്ക്, കൈരളി ന്യൂസ്.